അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ പ്രചരിപ്പിച്ച 3 പേർ അറസ്റ്റിലായി. എറണാകുളം, ആലപ്പുഴ, തൃശൂർ സ്വദേശികളാണ് തൃശൂർ സിറ്റി പോലീസിന്റെ അറസ്റ്റിലായത്. കേസിൽ 2ാം പ്രതി മാർട്ടിനാണ് അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ ചിത്രം MS ലിഷോയുണ്ട്. ലിഷോ, ഇത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ട കേസാണ്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ? അതായത് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി വന്നതിന് ശേഷം ആണ് ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. അത് ഈ കേസിലെ തന്നെ ഒരു പ്രതിയായ മാർട്ടിൻ ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നേരത്തെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിൽ അതിജീവിതയെ പേരെടുത്ത് പറയുകയും അതിനോടൊപ്പം തന്നെ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ നടത്തുകയും ഈ കേസിനെ ബന്ധപ്പെടുത്തുന്ന രീതിക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിച്ച ഏകദേശം 100-ലധികം സോഷ്യൽ മീഡിയ പേജുകളാണ് നിലവിൽ തൃശൂർ സിറ്റി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടുകൂടി അതിജീവിത പരാതിപ്പെടുകയും പിന്നീട് പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ ഈ അതിജീവിതയെ അപമാനിക്കുന്ന ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച 3 ഫേസ്ബുക്ക് പ്രൊഫൈലുകളുടെ അഡ്മിന്മാരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള തൃശ്ശൂർ എന്നീ 3 ജില്ലകളിൽ നിന്നുള്ള അഡ്മിന്മാരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 100-ലധികം, ഏകദേശം 200-നും 100-നും ഇടയ്ക്ക് സോഷ്യൽ മീഡിയ പേജുകളിൽ സമാനമായ വീഡിയോ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. ഈ വീഡിയോ അത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പേജുകൾക്കെതിരെ കർശനമായ നടപടിയെടുക്കും എന്നുള്ള ഒരു നിലപാടാണ് പോലീസിൻ്റേത്. ഈ പേജിൻ്റെ അഡ്മിന്മാരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്യും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. IT ആക്ടും അതുപോലെ തന്നെ അതിജീവിതയെ സമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അവളുടെ അറസ്റ്റും രേഖപ്പെടുത്തി കഴിഞ്ഞു.